സിബി ചേരുന്നു ദില്ലിയിൽ നിന്ന്. സിബി, കണ്ണൂര് വാർത്താ സമ്മേളനം നടത്താൻ കഴിയാത്തതുകൊണ്ടാണോ എം.കെ. രാഘവൻ ദില്ലിയിൽ വന്ന് വാർത്താ സമ്മേളനം നടത്തുന്നത്? ഷമ്മി, എന്തായാലും എം.കെ. രാഘവൻ പാർലമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ദില്ലിയിലുണ്ട്. അദ്ദേഹം ഇന്നിപ്പോൾ രാവിലെയാണ് വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. അതായത് പ്രത്യേകിച്ച് ഈ മാടായി കോളേജുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല, തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു, അത് തന്റെ പാർട്ടിക്കുള്ളിലുള്ള ആളുകൾ തന്നെയാണ്. DCC പ്രസിഡന്റ് മാർട്ടിൻ അടക്കമുള്ളവർ ഇതിന് പിന്നിലുണ്ട് എന്ന് കൃത്യമായി അദ്ദേഹം ഇന്ന് പറയുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു കോളേജിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി പഠിക്കാതെയാണ് തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. മാത്രമല്ല, തനിക്കെതിരെ ഇത്തരത്തിൽ കോലം കത്തിച്ച എല്ലാം തന്നെയും തന്നെ കത്തിക്കുന്നതിന് തുല്യമാണ്. അത് പല ജോലി കിട്ടാത്ത ആളുകളെയും ഇളക്കി വിട്ടുകൊണ്ടാണ് ഈ ഒരു പ്രതിഷേധം ഉണ്ടായത്. ഇതിന് പിന്നിൽ DCC തന്നെയാണെന്ന് വ്യക്തമാക്കുന്നു. സ്വാഭാവികമായും അത് കെ സുധാകരനിലേക്ക് തന്നെ എത്തപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കെ സുധാകരന്റെ നോമിനിയാണ് അവിടെ DCC പ്രസിഡന്റ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കെ സുധാകരന്റെയോ മറ്റാളുകൾക്കും ഇതിൽ പങ്കുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം ഇല്ല എന്ന് പറഞ്ഞില്ല. മറിച്ച് താൻ കാര്യങ്ങളെല്ലാം തന്നെയും പിന്നീട് പറയും, തനിക്ക് ഇനിയും കാര്യങ്ങൾ പറയാനുണ്ട്, ഇപ്പോൾ താൻ ഇതിൽ നിർത്തുകയാണെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. എന്നാലും ഇതിന് പിന്നിൽ കൃത്യമായ ആസൂത്രിതമായ ഗൂഢാലോചന ഉണ്ടെന്നും തനിക്കെതിരെ DCC പ്രസിഡന്റ് അടക്കം കാര്യങ്ങൾ അറിയാതെ ഇത്തരത്തിൽ ആളുകളെ പ്രതിഷേധവുമായി ഇറക്കി വിടുകയാണെന്നും ഇപ്പോൾ ഈ MP കൂടിയായ എം.കെ. രാഘവൻ ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്തായാലും ഈ ഒരു സ്ഥാപനത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമം തന്നെ അനുവദിക്കില്ല. ഈ സ്ഥാപനം നാളെ സർക്കാർ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ അത് വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്നുകൂടി ഇപ്പോൾ ലോക്സഭ MP കൂടിയായ ഇപ്പോൾ എം.കെ. രാഘവൻ വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.